ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ 1916 വരെയുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. ഒന്ന് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം 1917 തൊട്ട് ഉള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1917 തൊട്ട് ഗാന്ധിജിയുടെ പ്രക്ഷോഭം, ബഹുജന പ്രക്ഷോഭം വരെയുള്ള കാലഘട്ടമാണ്. ആ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഞാൻ പറഞ്ഞു 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. അവരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഗാന്ധിജി ആരംഭിക്കുന്ന ആദ്യകാല സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് ഫിലിം സമരവും ഖേദ സത്യാഗ്രഹവും. ഗാന്ധിജി ഇന്ത്യയിലെത്തി, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തി തുടങ്ങുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ ആരംഭിക്കുന്ന ആദ്യത്തെ സത്യാഗ്രഹങ്ങളാണ് ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹവും അഹമ്മദാബാദ് മിൽ സമരവും ഖേദ സത്യാഗ്രഹവും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ബീഹാറിലാണ് അത് ആരംഭിക്കുന്നത്. അതായത് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1917. അത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ്. എന്താണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് എന്നുള്ളത് ചമ്പാരൻ സത്യാഗ്രഹം. തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആണ് രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ്. അത് നേതൃത്വം വഹിക്കുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതിന്റെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം നമ്മൾ ആചരിച്ചത് 2017. ഓക്കെ, 100ാം വാർഷികം ആചരിച്ചത് 2017. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യകാല സമരങ്ങളിലെ രണ്ടാമത്തേതാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918 അത് നടക്കുന്നത്. അതായത് ആദ്യത്തെ നിരാഹാര സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. സത്യാഗ്രഹമാണ്. അതേസമയം നിരാഹാര സമരമാണ്. ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അഹമ്മദാബാദിലുള്ള മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള വേതന വർധനവിനെ സംബന്ധിച്ചുള്ള സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. അതായത് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിക്കുന്നത്. എത്ര ശതമാനമാണ്? 35%. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 35% വേതന വർധനവ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഗാന്ധിജി ആരംഭിക്കുന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദിലെ മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, 1918 നടക്കുന്നത്. ഇനി അതിനുശേഷം 1918 തന്നെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നതും ഗാന്ധിജി തന്നെയാണ്. പ്രധാനമായിട്ടും ഗാന്ധിജിയെ ഈ സത്യാഗ്രഹത്തിൽ അനുഗമിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ് ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ തുടർന്നാണ് ഈ ഖേദ സത്യാഗ്രഹത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ വക്കാലത്ത് ഉപേക്ഷിക്കുന്നത്.
ഓക്കെ. ഇനി അതിനുശേഷം 1919-20 കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1919 നവംബറിലാണ് ഖിലാഫത്ത് ഓൾ ഇന്ത്യ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. ഇത് ഡൽഹിയാണ് അതിൻ്റെ വേദി, അത് നോട്ട് ചെയ്ത് വെക്കുക. 1919 ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ വേദി എന്ന് പറയുന്നത് ഡൽഹിയാണ്. അതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. 1919-20 കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപകരാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, അതുപോലെ ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി തുടങ്ങിയവരാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സ്ഥാപകരെന്ന് പറയുന്നത്. ഓക്കെ. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ. ഇതിനെ തുടർന്നാണ് 1921 കേരളത്തിൽ മലബാർ കലാപം നടക്കുന്നത്. 1921 മലബാർ കലാപം എന്തുമായി റിലേറ്റഡ് ആണ്? ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മലബാറിൽ 1921 നടന്ന മലബാർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നടക്കുന്നതാണ്. 1914 അതിനുശേഷം നടക്കുന്നതാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിട്ടുള്ള തുർക്കിയിലുള്ള സുൽത്താൻ്റെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതും അതിൻ്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതും. ഓക്കെ. അതിൻ്റെ ഭാഗമായിട്ട് 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാനായിട്ട് ഖിലാഫത്ത് കോൺഫറൻസും തീരുമാനിക്കുകയാണ്. 1919 ഒക്ടോബർ 17 1919 ഒക്ടോബർ 17 അതോടുകൂടി ഡേറ്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. 1919 ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസും തീരുമാനിക്കുന്നു. ഇനി അതിനുശേഷം 1919 മറ്റൊരു പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. എന്താണ് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്? അതായത് ഇതറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. അതിന് രാജകീയമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് 1919 ഡിസംബർ 23 1919 ഡിസംബർ 23 മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് രാജകീയമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1920 1920 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. 1920 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ. ഇനി അത് നിലവിൽ വരുന്ന സമയത്ത് ഈ പരിഷ്കാരം അല്ലെങ്കിൽ ഈ ഒരു ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വൈസ്രോയിയാണ് ചെയിംസ്ഫോർഡ് വൈസ്രോയി എന്ന് പറയുന്നത്. ആരാണ്? ചെയിംസ്ഫോർഡ് വൈസ്രോയിയാണ് 1919 കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വൈസ്രോയി എന്ന് പറയുന്നത്. ഈ മൊണ്ടേഗു ചെയിംസ്ഫോർഡ് നിയമം പാസ്സാക്കുന്ന സമയത്തുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ആര്? എഡ്വിൻ മൊണ്ടേഗു. ഇതിൽ ഈ മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് എഡ്വിൻ മൊണ്ടേഗുവും ചെയിംസ്ഫോർഡും കൂടി ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ്. ഓക്കെ. അതായത് വൈസ്രോയി ആയിട്ടുള്ള ചെയിംസ്ഫോർഡും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള എഡ്വിൻ മൊണ്ടേഗുവും കൂടി ചേർന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ ചെയിംസ്ഫോർഡ് എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയിയും എഡ്വിൻ മൊണ്ടേഗു എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായിരുന്നു. ഓക്കെ. ഇനി ഈ 1919 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട
എന്താ പറയുക സവിശേഷതകൾ എന്താണ്? രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ്. എന്താണ്? രാജ്യത്ത് നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എലക്ഷനും തെരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമമാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഈ ആക്ടിൻ്റെ പ്രകാരമാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുവാനും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുവാനും ശുപാർശ ചെയ്തിട്ടുള്ള നിയമം കൂടിയാണ് മൊണ്ടേഗു ചെയിംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഈ ഒരു നിയമപ്രകാരമാണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഓക്കെ. അപ്പോൾ 1919 ആക്ട് കൊണ്ടുവന്നത് ചെയിംസ്ഫോർഡും എഡ്വിൻ മൊണ്ടേഗു ആണ്. ചെയിംസ്ഫോർഡ് അന്നത്തെ വൈസ്രോയും, എഡ്വിൻ മൊണ്ടേഗു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നിലവിൽ വരുന്നത് 1919 ഡിസംബർ 23 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം തുടക്കം കുറിച്ച ആക്ടാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1920കളിലാണ്. ഇനി 1919 ഫെബ്രുവരിയിൽ നടന്ന മറ്റൊരു ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് അന്നത്തെ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച ആക്ടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിച്ച ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ റൗലറ്റ് ആക്ട് 1919 ഫെബ്രുവരിയിൽ നിലവിൽ വരുന്നത്. ഓക്കെ. 1919 ഫെബ്രുവരിയിലാണ് അത് പാസ്സാക്കുന്നത്. അതായത് ആക്ട് പാസ്സാക്കുന്നത് 1919 ഫെബ്രുവരിയിലാണ്. നിലവിൽ വരുന്നത് 1919 മാർച്ച് 10 അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 1919 മാർച്ച് 10 എന്നുള്ളതാണ്. അത് നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ്. അദ്ദേഹം ആരായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. അദ്ദേഹം കൊണ്ടുവന്ന ആക്ടാണ് 1919 മാർച്ച് 10 നിലവിൽ വന്ന റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ കമ്മിറ്റി നിയമിക്കുന്നത് 1917 ആക്ട് നിലവിൽ വരുന്നത് 19 ഓക്കെ. ഈ ഒരു ആക്ടിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് കരി നിയമം എന്നാണ്. റൗലറ്റ് ആക്ടിന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? കരി നിയമം എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകത? വിചാരണ കൂടാതെ തന്നെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകുന്നു. എന്താണ്? വിചാരണ കൂടാതെ, യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പോ വിചാരണയോ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കുവാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകുന്ന ആക്ടാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇതിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. ഇതിന് ശേഷമാണ് 1919 ഈ ഒരു ആക്ടിനെ വിമർശിച്ചുകൊണ്ടാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഓക്കെ. ഇനി ഈ ആക്ടിനെ പിന്തുണച്ച വ്യക്തികളുമുണ്ട്. അങ്ങനെ ഈ ആക്ടിനെ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. ഓക്കെ. സി ശങ്കരൻ നായരാണ് റൗലറ്റ് ആക്ടിനെ പിന്തുണച്ച ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനെതിരെയുള്ള റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളെല്ലാം തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പുകളായിരുന്നു. ഓക്കെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നത് ബോംബെയിലാണ്. ഇതിന് എതിരായിട്ട് സത്യാഗ്രഹ സ്ഥാപിക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. 1919 ഏപ്രിൽ 6 റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായിട്ട് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ. ഗാന്ധിജി ഹർത്താലിന് റൗലറ്റ് സത്യാഗ്രഹം എന്നാണ് അത് അറിയപ്പെടുന്നത്. റൗലറ്റ് സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അതായത് ദേശീയ വ്യാപകമായിട്ട് ഹർത്താൽ എന്നുള്ളതാണ് ഈ റൗലറ്റ് സത്യാഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സഭ ബോംബെയിലാണ് അത് സ്ഥാപിക്കുന്നത്.
1919 ഏപ്രിൽ 6-ന്, അപ്പം മാർച്ചിൽ നിലവിൽ വന്നു, ഏപ്രിൽ 6-ന് റൗലറ്റ് സത്യാഗ്രഹം ഇതിനെതിരെ സംഘടിപ്പിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, ഇനിയും ഈ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്ന ഒരു ആക്ട് കൂടിയാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേരാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കന്മാരാണ് മുഹമ്മദ് അലി ജിന്നയും മദൻ മോഹൻ മാളവ്യ, മസ്ഹർ ഉൽ ഹഖ് എന്നിവർ. എന്തിൽ നിന്നാണ് അവർ അംഗത്വം രാജിവെച്ചത്? ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അംഗത്വം രാജിവെച്ച ദേശീയ നേതാക്കന്മാരാണ് മുഹമ്മദ് അലി ജിന്നയും മദൻ മോഹൻ മാളവിയും മസ്ഹർ ഉൽ ഹഖ് എന്നിവരും. ഓക്കെ, അപ്പം ഇത്രയുമാണ് റൗലറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നത്. ഇനി 1919 ഏപ്രിൽ 13-നാണ് റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് ഗാന്ധിജി വിശേഷിപ്പിച്ച കരിനിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതെവിടെയാണ് നടക്കുന്നത്? അമൃത്സറിലാണ്, പഞ്ചാബിലുള്ള അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടക്കുന്നത്. എന്താണ് ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് പറയുന്നത്? അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് റൗലറ്റ് നിയമമാണെന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചാബിൽ ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സൈഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയതിനെതിരെയാണ്, അതിനെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടക്കുന്നത്. അപ്പം ഇതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. പഞ്ചാബിലുള്ള അമൃത്സറിലാണ് അത് നടക്കുന്നത്. ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ അവിടെ തമ്പടിക്കുന്നത്? സൈഫുദ്ദീൻ കിച്ലുവിൻ്റെയും ഡോക്ടർ സത്യപാലിൻ്റെയും. ഇവർ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ അറസ്റ്റിലാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി മൈക്കിൾ ഓഡയർ, അതായത് അന്നത്തെ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓഡയർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് അനുമതി നൽകിയിട്ടുള്ള പഞ്ചാബ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയിട്ടുള്ള പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓഡയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ സമയത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യാധിപൻ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത്. ആ സമയത്തെ, അതായത് 1919 വൈസ്രോയി ആരാണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ചൈംസ്ഫോർഡാണ് അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ഈ വിപ്ലവകാരികൾ മൈക്കിൾ ഓഡയറിനെ, അതായത് അന്നത്തെ പഞ്ചാബ് ഗവർണറായിട്ടുള്ള മൈക്കിൾ ഓഡയറിനെ വധിച്ചു. ആ വധിച്ച വിപ്ലവകാരിയുടെ പേരാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. എന്താണ്? മൈക്കിൾ ഓഡയറിനെ വധിച്ച വിപ്ലവകാരിയുടെ പേരാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നത് 1940 ജൂലൈ 31-നാണ് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നത്. അപ്പം ഈ ഒരു ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മൈക്കിൾ ഓഡയറിനെ ഉദ്ധം സിംഗ് വധിക്കുന്നത് 1940 മാർച്ച് 13-നാണ്. മാർച്ച് 13-നാണ് മൈക്കിൾ ഓഡയറിനെ വധിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മൈക്കിൾ ഓഡയറിനെ വധിച്ച വർഷം നമ്മളോട് ചോദിക്കാം. ഉദ്ധം സിംഗ് വധിക്കുന്നത് 1940 മാർച്ച് 13-നാണ്. അപ്പം ഉദ്ധം സിംഗിനെ ഇതിനെ തുടർന്ന് തൂക്കിലേറ്റുന്നത് 1940 ജൂലൈ 31-നാണ്. ഓക്കെ, ഇനി സി ശങ്കരൻ നായരെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹമാണ് റൗലറ്റ് ആക്ടിനെ അനുകൂലിച്ച ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്, ഏക ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി കൂടിയാണ്. എന്താണ്?
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി കൂടിയാണ് സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചും വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഹണ്ടർ കമ്മീഷൻ ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. ഓക്കെ, ഇനി എന്താണ് ക്രോളിംഗ് ഓർഡർ എന്ന് പറയുന്നത്? ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം ഇതും മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ളത് കണ്ടതാണ്. അപ്പോൾ ക്രൗളിംഗ് ഓർഡർ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ജാലിയൻ വാലാബാഗും കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനെ ജാലിയൻ വാലാബാഗ് ദുരന്തത്തിന് ലജ്ജാവഹം, ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഡേവിഡ് കാമറൂൺ. ലജ്ജാവഹം എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ എന്ന് പറയുന്നത്. അതുപോലെ രാക്ഷസീയമായിട്ടുള്ള ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. രാക്ഷസീയമായിട്ടുള്ള ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അതുപോലെ സർ പദവി ഉപേക്ഷിച്ച നേതാവാണ് ടാഗോർ എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോറാണ് സർ പദവി ഉപേക്ഷിച്ചത്. അപ്പോൾ ഇതും പഠിച്ചു വെക്കുക. കൈസർ ഇ ഹിന്ദ് പദവി നൽകിയത് ഗാന്ധിജി, സർ പദവി ഉപേക്ഷിച്ചത് ടാഗോർ. ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ഉപേക്ഷിച്ചത് എന്നും ചോദിക്കാം. അതും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ടാഗോറും ഗാന്ധിജിയും ഈ സ്ഥാനപ്പേരുകൾ ഉപേക്ഷിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ആദ്യകാല സമരങ്ങൾക്ക് ശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1920-22 കാലഘട്ടത്തിലാണ് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രസ്ഥാനത്തിന് അംഗീകരിച്ചിട്ടുള്ള INC സമ്മേളനം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ച INC സമ്മേളനമാണ് 1920 നാഗ്പൂരിൽ വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ നടന്ന INC സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ തുടർന്ന് അറസ്റ്റ് വരിച്ച വനിതകളാണ് ബാസന്തി ദേവിയും ഊർമിള ദേവിയും ആരൊക്കെയാണ്? ഇതേ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് വരിച്ച വനിതകളാണ് ബാസന്തി ദേവിയും ഊർമിള ദേവിയും. ഓക്കെ, ഇനി ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ് കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠവും നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആരംഭിച്ച സ്കൂളുകളാണ്. ഇനി 1922 ഫെബ്രുവരി 5 നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. UP-യിലാണ് അത് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ഈ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പം UP-യിലാണ് അത് നടക്കുന്നത്. 1922 ഫെബ്രുവരി 5 അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര സംഭവം. അപ്പോൾ ഡേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഓക്കെ, ഈ ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അതായത് ചൗരി ചൗരിയിൽ നടന്നിട്ടുള്ള നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസുകാർ വെടിവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തുകയും അതിൽ 22 പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, 22 പോലീസുകാർ ഈ ചൗരി ചൗര സംഭവത്തിൽ മരിക്കുന്നുണ്ട്. അതാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അതൊരു ഹിംസയുടെ മാർഗത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്ന
നിർത്തിവെക്കുന്നത് അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നത് 1922 ഫെബ്രുവരി 11 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് 1922 ഫെബ്രുവരി 11 അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായും നിർത്തലാക്കുന്നതാണ് ഫെബ്രുവരി 12 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഡേറ്റും നോട്ട് ചെയ്ത് വെക്കുക. ഫെബ്രുവരി 11 12 ഈ സമയത്താണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. ഓക്കെ, ഇതേ തുടർന്ന് ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്യുന്നത് 1922 മാർച്ച് 10 1922 മാർച്ച് 10 ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് തടവിലാക്കപ്പെട്ട ജയിലാണ് യെർവാദ ജയിൽ എന്ന് പറയുന്നത്. യെർവാദ ജയിലാണ് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കപ്പെട്ട ജയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത്. അതായത് നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ തുടർന്ന് ആ ഒരു നടപടിയെയാണ് ഒരു ദേശീയ ദുരന്തമെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത്. എന്തിനാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഒരു ദേശീയ ദുരന്തം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഗാന്ധിജി വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലെൻഡർ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത്. ഹിമാലയൻ ബ്ലെൻഡർ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത്. എന്താണ്? നിസ്സഹരണ പ്രസ്ഥാനത്തെ തുടർന്ന് അല്ലെങ്കിൽ ചൗരി ചൗര സംഭവം നടക്കുന്നതിനെ, ആ ഒരു സംഭവത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹിമാലയൻ ബ്ലെൻഡർ എന്നാണ്. ഹിമാലയൻ ബ്ലെൻഡർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി 1922 നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് സരാബന്ദി പ്രക്ഷോഭം എന്ന് പറയുന്നത്. സരാബന്ദി പ്രക്ഷോഭം, അതിന് നേതൃത്വം കൊടുക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. 1922 എന്തിനു വേണ്ടിയിട്ടാണ്? നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ടാണ് സരാബന്ദി പ്രക്ഷോഭം നടക്കുന്നത്. നികുതി നൽകുന്നതും നിർത്തലാക്കിക്കൊണ്ട് നടക്കുന്ന പ്രക്ഷോഭമാണ് സരാബന്ദി പ്രക്ഷോഭം. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിന് രൂപീകരിക്കുവാനായിട്ട് നേതൃത്വം കൊടുത്ത സ്ഥാപകരാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് അതിൻ്റെ രൂപീകരണത്തിന് സ്ഥാപകരെന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റാണ് CR ദാസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? CR ദാസ് എന്ന് പറയാണ്. ഓക്കെ, ആദ്യ സെക്രട്ടറിയാണ്, അതായത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇനി സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള INC സമ്മേളനമാണ് 1922 ഗയയിൽ വെച്ച് നടന്ന INC സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? അലഹബാദിലാണ് ഈ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് അലഹബാദിലാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 ജനുവരി 1 ഫോം ചെയ്ത സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇനി ഈ പ്രവിശ്യകളെ വിഭരണത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് മുദിമാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ മുദിമാൻ കമ്മിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രൂപീകരണത്തിന് പ്രവർത്തിച്ച പാർട്ടി കൂടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മുദിമാൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്? പ്രവിശ്യ വിഭരണത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ്. ഈ കമ്മിറ്റീനെ നിയമിക്കുവാൻ വേണ്ടി മുൻകരുതലെടുത്ത അല്ലെങ്കിൽ മുൻകൈയെടുത്ത പ്രവർത്തിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 1927 സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ തലത്തിലും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടക്കുന്നത്. അപ്പം 1927 സെപ്റ്റംബർ ആയപ്പോൾ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റും സർ ജോൺ സൈമണിൻ്റെ അധ്യക്ഷതയിൽ ഒരു ഇന്ത്യൻ സാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കുന്നത്. എന്താണ്? ഇന്ത്യൻ സാറ്റ്യൂട്ടറി കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷനെ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിൽ 1927 ഫോം ചെയ്യുന്നത്.
അപ്പം സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നുള്ളതാണ് സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത്. അതേപോലെ റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നാമം കൂടി പഠിച്ചു വയ്ക്കുക, അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നുള്ളതാണ്. മുന്നേ പറഞ്ഞു, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ് റൗലറ്റ് ആക്ടിൻ്റെ ഔദ്യോഗിക നിയമം ഔദ്യോഗിക പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈമൺ കമ്മീഷന് മുംബൈയിലെത്തുന്ന ഡേറ്റാണ് 1928 ഫെബ്രുവരി 3. ഇതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തുന്നത് 1928 ഫെബ്രുവരി 3-നാണ്. ഓക്കെ, ഇനി സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് ക്ലമന്റ് ആന്റലി. സൈമൺ കമ്മീഷന്റെ അംഗമായിട്ടുള്ളതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായി വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് ക്ലമന്റ് ആന്റലി. ഇനി 1927 മദ്രാസ് സമ്മേളനം, അതായത് കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കുന്ന INC സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം എന്ന് പറയുന്നത്. അതിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് MA അൻസാരിയാണ്. അപ്പം MA അൻസാരിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ, അല്ലെങ്കിൽ 1927 മദ്രാസിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രമേയം പാസ്സാക്കുന്നത്. അതേപോലെ മറ്റൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ടി പ്രകാശമാണ്. ആരാണ്? ടി പ്രകാശമാണ് മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നയിച്ചിട്ടുള്ള വിപ്ലവകാരി അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത്. ഇനി സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ ആ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് മരണപ്പെട്ട നേതാവാണ് ലാലാ ലജ്പത് റായ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് ലാലാ ലജ്പത് റായ് പോലീസ് മർദ്ദനമേറ്റ് മരണപ്പെട്ടത് എന്ന് തിരിച്ചു മറിച്ചും ചോദിക്കാം. അപ്പം സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലാണ് ലാലാ ലജ്പത് റായ് മർദ്ദനമേറ്റ് മരിക്കുന്നത്. ഇനി ഇതേ തുടർന്ന് സാൻഡേഴ്സൺ എന്ന് പറയുന്നത് ഈ ലാത്തി ചാർജിന് അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് ലാത്തി ചാർജിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറാണ് സാൻഡേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം ഈ സാൻഡേഴ്സിനെ, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് ശേഷം സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരാണ് സാൻഡേഴ്സിനെ വധിച്ചത്. സാൻഡേഴ്സ് എന്ന് പറയുന്നത് ലാത്തി ചാർജിന്, സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറാണ്. ഓക്കെ, ഇനി ഇതിനെ തുടർന്ന് വന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത്. സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്നത് അതിനെ ആവിഷ്കരിച്ചത്, ആ ഒരു മുദ്രാവാക്യം ആവിഷ്കരിച്ചത് യൂസഫ് മെഹ്റലിയാണ് സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. ഇനി ഈ സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1930-ലാണ്. 1927 സൈമൺ കമ്മീഷൻ വന്നു. അത് 1927 നവംബറിലാണ്. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. 27 നവംബറിൽ അത് വന്നു. പക്ഷേ എങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1930-ലാണ്. ഓക്കെ, അതിനെ ശിവസ്വാമി അയ്യർ വിശേഷിപ്പിക്കുന്നത് അസംബന്ധങ്ങളുടെ കുമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്നുള്ളതാണ്. അസംബന്ധങ്ങളുടെ കുമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ശിവസ്വാമി അയ്യർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബർദൌളി സത്യാഗ്രഹം എന്ന് പറയുന്നതും നമ്മൾ പഠിച്ചിരിക്കുക. ജസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബർദൌളി ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതായത് ബർദൌളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേലും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ബർദൌളി സത്യാഗ്രഹം നടക്കുന്നത്. 1928-ലാണ് ബർദൌളി സത്യാഗ്രഹം നടക്കുന്നത്. ഇതേ തുടർന്നിട്ടാണ്, അതായത് സർദാർ വല്ലഭായ് പട്ടേൽ ഇതിന് നേതൃത്വം നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഗാന്ധിജിയാണ് സർദാർ എന്ന പേര് അല്ലെങ്കിൽ സർദാർ എന്ന സ്ഥാനപ്പേര് പട്ടേലിന് നൽകുന്നത്. ഓക്കെ, വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് ഗാന്ധിജി നൽകുന്നത്, ഗാന്ധിജിയാണ് ആ സ്ഥാനപ്പേര് നൽകുന്നത് ബർദൌളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബർദൌളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേലും. ഇനി 1928 ഓഗസ്റ്റ് 10 നെഹ്റു റിപ്പോർട്ടാണ്. മോത്തിലാൽ നെഹ്റുവാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 1928 ഓഗസ്റ്റ് 10-നാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക മാത്രം. 1928
1999 14 പോയിന്റുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ 14 പോയിന്റുകൾ എന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച 14 പോയിന്റുകളാണ്. ഈ നെഹ്റു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതായത് ഈ നെഹ്റു റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കി കൊടുക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് മോത്തിലാൽ നെഹ്റു ആണ്. അപ്പോൾ ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം റിപ്പോർട്ട് എന്താന്നുള്ളത്. അപ്പം ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് 1929 14 പോയിന്റുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ 14 പോയിന്റ് 1929 14 പോയിന്റ് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മുഹമ്മദ് അലി ജിന്നയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി വേണമെന്ന് ആവശ്യപ്പെട്ട INC സമ്മേളനമാണ് 1928 കൊൽക്കത്ത സമ്മേളനം. ഇത് നമ്മൾ INCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. 1928 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഡൊമിനിയൻ പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഓക്കെ, 1927 ഡിസംബറിൽ ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾ കോൺഫറൻസ് നടന്നു. അല്ലെങ്കിൽ വിവിധ നാട്ടുരാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അതായത് പല നാട്ടുരാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഒരൊറ്റ കൊടക്കുഴിയിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് 1927 ഡിസംബറിലെ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നിസ്സഹരണ പ്രസ്ഥാനം, ഇനി അടുത്തത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭം അഥവാ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1929 ലാഹോർ സമ്മേളനമാണ് ഈ INC സമ്മേളനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ച സമ്മേളനം എന്ന് പറയുന്നത്. ഇതിന് കാരണമായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാനാണ്. ഇതിന് അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടി നടക്കുന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അഥവാ ഡൽഹി ഉടമ്പടി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ്. 1930 മാർച്ച് 12 ഇതിനെ തുടർന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തുന്നത്. ഉപ്പു സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലുള്ള സബർമതിയിൽ നിന്നും 375 കിലോമീറ്റർ അഥവാ 240 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി നടത്തുന്ന യാത്രയാണ് ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് നടക്കുന്നത്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റിലായിട്ടുള്ള ആദ്യത്തെ വ്യക്തി. ആദ്യ വനിത എന്ന് പറയുന്നത് രുക്മിണി ലക്ഷ്മിപതിയാണ്. ഓക്കെ, രുക്മിണി ലക്ഷ്മിപതിയാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതേ തുടർന്ന് ഗാന്ധിജി ആലപിച്ച ഗാനമാണ്, അതായത് ഗാന്ധിജിയുടെ അനുയായികളും ആലപിച്ച ദണ്ഡി യാത്രയുടെ സമയത്ത് ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗീതം എന്ന് പറയുന്നത്. അത് ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ്. അതിന് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗീതം അല്ലെങ്കിൽ ആ ഒരു ഗാനത്തിന് ഗീതം നൽകിയത് ആരാണ്? വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ്. വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ്. ഇനി തമിഴ്നാട്ടിലെ ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ഥലത്തും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് C രാജഗോപാലാചാരിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് വേദാരണ്യം ഗാന്ധി എന്നുള്ളതാണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് C രാജഗോപാലാചാരി. അദ്ദേഹമാണ് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി കോഴിക്കോട്ടിൽ P കൃഷ്ണപിള്ളയാണ് നേതൃത്വം കൊടുക്കുന്നത്. പയ്യന്നൂരിൽ K കേളപ്പൻ. കേരളത്തിലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പയ്യന്നൂരിൽ നേതൃത്വം കൊടുക്കുന്നത് K കേളപ്പനാണ്. ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. K കേളപ്പൻ കേരളത്തിലെ പയ്യന്നൂരിൽ
ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. കോഴിക്കോട് പി കൃഷ്ണപിള്ള. നാഗാലാൻഡിൽ റാണി ഗേഡലാലു ആണ് നാഗാലാൻഡിൽ നാഗന്മാരുടെ റാണി എന്നാണ് അവരറിയപ്പെടുന്നത്. നാഗാലാൻഡിൽ നേതൃത്വം കൊടുക്കുന്നത്. പേഷവാറിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒറീസയിൽ ഗോപബന്ധു ചൗധരിയാണ് ഒറീസയിൽ. ഗോപബന്ധു എന്നുള്ളത് ഒരൊറ്റ വാക്കാണ്. ഗോപബന്ധു ചൗധരിയാണ് പേഷവാറിൽ ഒറീസയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പേഷവാറിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ, ഇനി ഈ പറയുന്ന റാണി ഗേഡലുവിന് നാഗന്മാരുടെ റാണി എന്ന് പേര് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗേഡലുവിന് പേര് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ഇനി ലോർഡ് ഇർവിൻ ഈ പറയുന്ന ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ച വാക്കുകളാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. പലരും പല വിശേഷണം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തെഴുതിയെന്ന് മാത്രം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് ഇർവിനാണ് ദണ്ഡിയാത്രയെ, ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ജനുവരി 1 തൊട്ട് 2021 ജനുവരി 1 തൊട്ട് +1 +2 ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളായിട്ടുള്ള എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സോഷ്യോളജി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ SCERTനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് വിദ്യാർത്ഥികൾക്കായി. ജനുവരി 1 2021 തൊട്ടിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ 28, 29, 30 തീയതികളിൽ നടക്കുന്നതായിരിക്കും. ഈ ഡെമോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ജനുവരി 1 ക്ലാസ്സുകൾ ആരംഭിക്കാവുന്നതാണ്. മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്. അതിൽ ചില കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഫീസിലിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ജനുവരി 1 2021 ജനുവരി 1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. 28, 29, 30 തീയതികളിൽ അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഒന്ന് താല്പര്യമുള്ളവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പം വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യമായി വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു.